താങ്കൾക്ക് പൂർണ്ണമായും ഒരു സെക്കുലർ മനസ്സ് ഉണ്ടെന്നിരിക്കെ അതിനെ സംശയിക്കുകയോ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുകയോ ഉണ്ടായ അനുഭവങ്ങളുണ്ടോ? എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടില്ല. എൻ്റെ പേഴ്സണൽ ലൈഫിൽ റേഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ ലണ്ടനിൽ വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ റേഷ്യലായിട്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ ബോംബെയിൽ ഒരു യാഥാർത്ഥ്യമാണ്. വീട് നോക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വൈഫിനെ വീട് നോക്കാൻ പറഞ്ഞു വിടുമ്പോൾ അങ്ങനെ ഞാൻ മനഃപൂർവ്വം അദ്ദേഹത്തിന് ഒരു മുസ്ലിങ്ങൾ താമസിക്കുന്ന ഏരിയയിലേക്കാണ് പറഞ്ഞു വിട്ടത്. അപ്പോൾ കക്ഷി അവിടെ പോയിട്ട് വന്നപ്പോൾ അവർ സ്ഥലങ്ങളൊക്കെ കണ്ടു, സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പം വീട് കൊടുക്കും. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ഹിന്ദുക്കളാണോ എന്ന് ചോദിച്ചു. കക്ഷിയുടെ ഒരു വസ്ത്രധാരണമൊക്കെ കണ്ടിട്ട് ചോദിച്ചതാണ്. അപ്പോൾ ഇദ്ദേഹം തിരിച്ചു ചോദിച്ചു, പിന്നെ അതെന്താ, പിന്നെ ഹിന്ദുക്കൾക്കാണെങ്കിൽ നിങ്ങൾ വീട് കൊടുക്കത്തില്ലേ? അപ്പോൾ അവർ പറഞ്ഞില്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ വീട് കൊടുക്കത്തുള്ളൂ. ഈ അദ്ദേഹം കരഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു അന്ന് വൈകിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എത്ര നന്നായി ഇയാൾ പോയത് ഒരു മുസ്ലിങ്ങൾ താമസിക്കുന്ന ഏരിയയിലേക്കാണല്ലോ. ഒരുപക്ഷെ ഹിന്ദുക്കൾ താമസിക്കുന്ന ഏരിയയിലാണ് പോയിരുന്നെങ്കിൽ, ഒരു ഹിന്ദുക്കളാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇതിനേക്കാൾ വലിയ വിഷമം ഉണ്ടായേനെ. അപ്പം നമ്മൾ സ്വയം ചെയ്യുന്നത് നല്ലതല്ല എന്നൊരു ബോധമാണല്ലോ അദ്ദേഹത്തിന് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ 1-2 സ്ട്രേ ഇൻസിഡൻറ്റ് ഒഴിച്ചാൽ എന്നെ സംബന്ധിച്ചുള്ള അത്തരത്തിലൊരു ഡിസ്ക്രിമിനേഷൻ പബ്ലിക് ലൈഫിലോ ഡിസ്ക്രിമിനേഷൻ എൻ്റെ വർക്ക് ലൈഫിലോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അതിനോടനുബന്ധിച്ച് ഒരു സംശയമാണ്. ഇപ്പോൾ ഈ കേരളത്തെക്കാൾ കൂടുതൽ താങ്കളെ ഉൾക്കൊണ്ട സ്ഥലം മുംബൈ ആണെന്ന് താങ്കൾ തന്നെ പറയാറുണ്ട്. ആ മുംബൈ എന്ന് പറയുന്ന വിശാല ലോകം താങ്കളെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയായിരുന്നു. അവിടെ പക്ഷേ പ്രാദേശികവാദം തലപൊക്കുന്ന ഒരു സമയം നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് താങ്കൾ ഉൾക്കൊള്ളുന്നത്? അത് ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണത്. അത് അവർ സർവൈവലിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ്. അവരോട് ഇരുന്ന് നമ്മൾ പിന്നെ അതിൽ ഉള്ളിൽ നിൽക്കുന്ന പലരെയും എനിക്ക് നേരിട്ടറിയാം. പലരുമായിട്ടും ഇരുന്ന് നമ്മൾ ഡിന്നർ കഴിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ 1-to-1 ലെവൽ ഇവരാരും അങ്ങനെയൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ല, ഈ അജണ്ട എന്ന് പറഞ്ഞല്ലോ, ഈ അജണ്ടയുടെ എൻ്റെ പ്രശ്നങ്ങളാണിതെല്ലാം. താങ്കളുടെ ബാപ്പായുടെ പാർട്ടി പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മകനെന്ന നിലയിൽ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി തീരാനുള്ള എല്ലാ സാധ്യതയും അന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് പൂർണ്ണമായും മുക്തനായി താങ്കൾ ഇങ്ങനൊരു പ്രൊഫഷൻ എങ്ങനെ പോയി? ഞാൻ പിന്നെ ഒരുപാട് പേഴ്സണൽ ദുരന്തങ്ങളല്ല, ഒരുപാട് പേഴ്സണൽ എക്സ്പീരിയൻസസ്. ബാപ്പയുടെ കുടുംബത്തിൽ ഒരു തരത്തിൽ എൻ്റെ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു തരത്തിലുള്ള പ്രാകൃത കമ്മ്യൂണിസം. അതായത് പിന്നെ വീട്ടിലുള്ള ആണുങ്ങൾ ജോലി ചെയ്യുന്നു, കുറച്ച് പൈസ കൊണ്ടുവരുന്നു, സ്ത്രീകളെല്ലാം കൂടെ കുടുംബം പുലർത്തി പോരുന്നു. അങ്ങനത്തെ തരത്തിലൊരു കൂട്ടുകുടുംബമായിരുന്നു. ഉമ്മ ഒരു പിന്നെ വളരെ എന്താ പറയുക ട്രഡീഷണൽ മുസ്ലിം ഫാമിലിയാണ്. ഇവരെങ്ങനെ കണ്ടു, എങ്ങനെ വിവാഹം കഴിച്ചു, ഇതൊന്നും എനിക്ക് ഭയങ്കര മിസ്റ്ററിയാണ്. കാര്യം ഇവർ രണ്ട് എക്സ്ട്രീം ഓപ്പോസിറ്റ് പോളിലാണ്. 4-5 കുട്ടികൾ ഉണ്ടാകുന്നവരെ ഉമ്മ കായംകുളത്ത് ബാപ്പയുടെ കുടുംബത്തിൽ നിന്നു. അത് കഴിഞ്ഞപ്പോൾ ഉമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടാവും ഒരല്പം വ്യക്തിഗത കുറച്ച് പിന്നെ പൈസയൊക്കെ ഉണ്ടാകേണ്ട ആവശ്യമൊക്കെ തോന്നിയിട്ടായിരിക്കും ഉമ്മ കുട്ടികളൊക്കെ പറക്കിയിട്ട് നേരെ ഉമ്മയുടെ വാപ്പ കൊടുത്ത കുറേ സ്ഥലമുണ്ട്, പിന്നെ വിളക്ക് പറയൽ, അവിടെ വന്ന് കുടിലൊക്കെ തട്ടിയിട്ട് ഉമ്മ ചോദിച്ചു. ഉമ്മ ആങ്ങളമാരുടെ അടുത്ത് പോയില്ല. അതാണ് എനിക്ക് ഉമ്മ ഏറ്റവും അധികം ഒരു ഡിവൈനുള്ള സ്ത്രീയാണെന്ന് ഉമ്മയോട് എനിക്ക് ഏറ്റവും അധികം റെസ്പെക്റ്റ് തോന്നുന്ന പ്രധാന കാരണം, അവരൊക്കെ അന്ന് ആ പ്രദേശത്തെ ഏറ്റവും വലിയ പണക്കാരാണ്. അവിടേക്കൊന്നും പോകാതെ ഉമ്മ സ്വന്തമായിട്ടൊരു കുടിൽ കെട്ടി പിന്നെ കൃഷി ഇറക്കി ഞങ്ങളെ പോറ്റി വളർത്തി. അത് കണ്ടാണ് ഞങ്ങൾ വളരുന്നത്. ആ വളർച്ചയിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ച, എൻ്റെ ബാപ്പയാണ് കായംകുളത്ത് KCT എന്ന ഒരു സംരംഭം, ആദ്യത്തെ തൊഴിലാളികളുടെ കോപ്പറേറ്റീവ് ട്രാൻസ്പോർട്ട് ഫോം ചെയ്യുന്ന ആൾ. ഉമ്മ പറഞ്ഞ ഉമ്മയുടെ താലിയും പിന്നെ ആടിനെ പശുക്കളെല്ലാം പറക്കി വിറ്റ് ആ പൈസയും കൊണ്ട് ബാപ്പ പോയെന്ന്. അങ്ങനെ ഉണ്ടാക്കിയതാണ് KCT. അപ്പോൾ ബാപ്പ പൊതുവായ ഒരു സാമൂഹിക സ്ട്രക്ചറിന് വേണ്ടിയിട്ട് നിലനിന്ന വ്യക്തിയാണ്. പാർട്ടി പിളർന്നതിൽ വളരെയധികം ദുഃഖമുണ്ടായിട്ടുണ്ട്. പാർട്ടി പിളർന്നപ്പോൾ പിന്നാലെ വന്ന ഒരു തലമുറ, അതായത് മൂത്ത ജ്യേഷ്ഠനും മൂത്താപ്പയുടെ മക്കളും അവരൊക്കെ വേറൊരു ചേരിയിൽ പോയി. ഇവർ രണ്ടുപേരും 2 ചേരിയിലായി. ഇതൊക്കെ കണ്ട് മനസ്സ് നൊന്ത് ഉമ്മ പല രാത്രികൾ ഞങ്ങളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട് കുട്ടികൾ. അങ്ങനെ വളർന്നു വന്നൊരു മകൻ ഉമ്മയുടെ കണ്ണുനീർ കണ്ട്, ഉമ്മയുടെ കണ്ണുനീർ എൻ്റെ നെറ്റിയിൽ എൻ്റെ മുഖത്ത് വീണിട്ട് ഉമ്മ ഒരിക്കലും കരയാനുള്ള അവസരം ഉണ്ടാക്കരുതേ എന്ന് മനസ്സുകൊണ്ട് തോന്നിച്ച ഒരു സാധാരണ കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ വളർന്നു വന്ന ഒരു സാധാരണ മലയാളി പയ്യൻ എന്ന നിലയ്ക്ക് ഉമ്മയെ വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യരുത്, ഇതായിരുന്നു എൻ്റെ തത്വം. ഞാൻ നോക്കുമ്പോൾ പാർട്ടി പൊളിറ്റിക്സ്, അതിൽ ജ്യേഷ്ഠൻ അങ്ങനെ പാർട്ടി പൊളിറ്റിക്സിലേക്ക് പോയി എന്നും പൊളിറ്റിക്സ് കൊണ്ട് പിന്നെ കുടുംബത്തിൽ അരിഷ്ടതയും ഉണ്ടായി എന്നുള്ളതല്ല. ഉമ്മയുടെ ഒരു നോട്ടത്തിൽ മറ്റു യാതൊരു സാഹചര്യങ്ങൾക്കൊന്നും വലിയ മാറ്റം.
അപ്പം പാർട്ടി പൊളിറ്റിക്സിൽ പോയാൽ എനിക്ക് ഉമ്മായ്ക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് പാർട്ടി പൊളിറ്റിക്സിൽ ഒരിക്കലും പോകില്ല എന്നുള്ള തീരുമാനം. പഠിക്കണം, പഠിച്ച് ആരെങ്കിലും എന്തെങ്കിലും ആകണം. അതേസമയം ബാപ്പയുടെ തത്വചിന്തയും ബാപ്പയുടെ സത്യത്തോടുള്ള ബാപ്പയുടെ ഉള്ള നേരും നെറിയുമുള്ള ജീവിതം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം, അതും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. റസൂൽ പൂക്കുട്ടി ഏതെങ്കിലും കാര്യത്തിൽ മാതൃകയാണെങ്കിൽ അത് എന്തിനാണെന്ന് താങ്കൾ പറയുക? എനിക്കറിയില്ല. That you have to tell me. I'm a very small man. I'm not a man of big occasions. I'm not a man of any great, I'm an ordinary sound recordist. I'm an ordinary artist. I'm an ordinary technician who is trying to find my way, trying to find my language, trying to do my own work in the utmost sincere way. I'm just doing my duties, which I think I should be doing, and in that I am blessed with all this. പെട്ടെന്ന് വന്ന ഈ പേരും പ്രശസ്തിയും പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കൾക്ക് എല്ലാ കാലത്തേക്കും താങ്കളുടെ മനസ്സിന് സംതൃപ്തി നൽകുന്ന ചില മുതൽക്കൂട്ടുകളായി രൂപാന്തരപ്പെടുത്തണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും. അതുകൊണ്ടാണോ താങ്കൾ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നത് പോലത്തെ ചില കാര്യങ്ങളിൽ മറ്റാരും അറിയാതെ ഏർപ്പെടുന്നത്? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ബാപ്പ വിഭാവനം ചെയ്ത, ബാപ്പ കണ്ട ഒരു ലോകം. ഒരുപക്ഷെ എൻ്റെ ഉമ്മ ഏറ്റവും അടുത്ത ആശുപത്രി 11 കിലോമീറ്റർ ദൂരെയായിരുന്നു. എൻ്റെ ഉമ്മ ഒരു 25 വർഷത്തോളം ഡയബറ്റിക് പേഷ്യൻ്റായിരുന്നു. ഉമ്മ ഒരു ബസ്സിൽ കയറിയാണ് പോയി എന്നും ആശുപത്രി പോകുന്നത്. ഉമ്മയോട് ആരും ആശുപത്രി പോകാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ക്ഷീണം വന്ന് ആശുപത്രി പോയപ്പോൾ കണ്ടുപിടിച്ചു പ്രഷറുണ്ട്, പിന്നെ കൊളസ്ട്രോൾ ഉണ്ട്, പ്രമേഹമുണ്ട് എന്നൊക്കെ കണ്ടുപിടിച്ചു. ഉമ്മ സ്വയം ഡോക്ടറെ കാണുകയും ചികിത്സയൊക്കെ ചെന്ന് അങ്ങനെ ഞങ്ങളാരും അത്തരത്തിൽ സാഹചര്യമൊക്കെ അങ്ങനെയായിരുന്നു. ആ ഉമ്മയ്ക്ക് സഞ്ചരിക്കുവാൻ ഒരു കാർ വാങ്ങിക്കൊടുക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം. അവിടം വരെ എത്താൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം ഞാൻ ജീവിതത്തിൽ നേടിയ ഏറ്റവും വലിയ വിജയം. അങ്ങനെയുള്ള ഉമ്മയും ബാപ്പയും ഒരുപാട് പേര് കേരളത്തിലുണ്ട്, എൻ്റെ ഗ്രാമത്തിലുണ്ട്. അതെനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓസ്കർ നേടി ഞാനിവിടെ എത്തുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള കത്തുകളുടെ കൂട്ടങ്ങൾ, അതിൽ 3 കത്തേ ഞാൻ വായിച്ചിട്ടുള്ളൂ. എനിക്ക് അതിലപ്പുറം എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം ആ ഓരോ കത്തിലും പറഞ്ഞിരിക്കുന്നത് സുഖമില്ലാതെ കിടക്കുന്നവർക്കുള്ള ചികിത്സയ്ക്കുള്ള പണത്തിനുള്ള അത്യാവശ്യം, അല്ലെങ്കിൽ വീട് പൊളിഞ്ഞു പോയവർക്ക്, അല്ലെങ്കിൽ മകളെ കെട്ടിച്ചൊക്കെ അയക്കാനുള്ളത്. എങ്ങനെയോ ഞാൻ ഓസ്കർ കിട്ടി വന്നപ്പോൾ ഒരു 100 കോടി രൂപ മറ്റോ എനിക്ക് കിട്ടി എന്നുള്ള ഒരു പൊതുവായൊരു ധാരണയും, എന്തോ ഞാനൊരു വലിയ ആളാണ്, എന്തൊക്കെയോ ചെയ്യാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ആളാണ് എന്ന് കുറേ ആൾക്കാർ എന്നെ ഉറ്റുനോക്കും. അത് കേരളത്തിലുള്ള ആൾക്കാർ മാത്രമല്ല, ചണ്ഡീഗഡിൽ നിന്നുള്ളത്, പഞ്ചാബിൽ നിന്നുള്ളത്, മറ്റ് പല ഇന്ത്യയുടെ പല ഭാഗത്തും ഒരുപാട് മലയാളികൾ എനിക്ക് കത്തെഴുതി. ഇതിനുവേണ്ടി ഒരു 500 രൂപ, 1000 രൂപ ഒരാൾ വന്ന് ചോദിക്കും, കൊടുക്കുന്നതുകൊണ്ട് ഒരു സൊല്യൂഷൻ ആകുന്നില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യാനാകും എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു ഫൗണ്ടേഷൻ തുടങ്ങുന്നതിനെ പറ്റിയിട്ടും ഒരു മെഡിക്കൽ ട്രസ്റ്റ് രൂപീകരിക്കുന്നതിനെ പറ്റിയിട്ടും, ഇപ്പോൾ എനിക്കുള്ള ഒരു പോപ്പുലാരിറ്റി വെച്ചിട്ട് ഞാൻ 10 പേരോട് പോയി ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യുവാനുള്ള മനസാന്നിധ്യവും സന്നദ്ധതയും കാണിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ നല്ല ആൾക്കാരുമായിട്ട് ചേർന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൊരാഗ്രഹം, അത് എൻ്റെ ഉമ്മായ്ക്കും ബാപ്പായ്ക്കും എനിക്ക് കൊടുക്കാൻ കഴിയാതെ പോയ ആ ഒരു സാഹചര്യം ഇല്ലാതെ വന്ന എന്നെപ്പോലെയുള്ള ഒരുപാട് മക്കൾ ഈ കേരളത്തിൽ ഇനിയുണ്ട്. അവരുടെ എല്ലാവരുടെയും ഒരു ഫോർമുലേഷൻ, അവരുടെ എല്ലാം കൂടെ ഒരു എക്സ്പ്രഷനായിട്ടാണ് ഞാൻ എൻ്റെ ഫൗണ്ടേഷനെ കാണുന്നത്. അല്ല, ഒരുപക്ഷെ കേരളത്തിലെ ആളുകൾ അവരിൽ ഒരാളായി താങ്കളെ കാണുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണല്ലോ ഈ മനോരമ ന്യൂസ് മേക്കർ തെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് കിട്ടിയ വോട്ടുകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അധികാരത്തിൽ ഒരു സർക്കാരോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരോ എനിക്കൊന്നും ചെയ്തില്ല എന്ന വിഷമം എനിക്കില്ലാത്തതിനുള്ള കാരണം, ഒരു തിരഞ്ഞെടുപ്പ് പോലെ എന്നെ ഓസ്കാർ ജീവിതത്തിൽ വന്നൊരു വലിയ ഭാഗ്യമാണ്. പക്ഷേ ഇത്തരത്തിൽ ഒരു ജനത മുഴുവൻ കൊണ്ടാടി ആഘോഷിക്കണമെങ്കിൽ അതിനപ്പുറമായിട്ടുള്ള എന്തോ ഒന്ന് അവരെന്നിൽ കണ്ടതുകൊണ്ടാണ്. ആ ഒരു ലെവലിലാണ് ഈ ഒരു ന്യൂസ് മേക്കർ പോലെയുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയേണ്ടത്, ഇതൊരു തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതുപോലെ ആണ്. നമുക്ക് തിരഞ്ഞെടുപ്പിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ലെവലിൽ ഞാൻ എന്നെ കാണുന്നതിന് കാരണം അതാണ്. അപ്പോൾ ഒരു നേട്ടത്തിൻ്റെ നെറുകയിൽ നിന്ന് കുറച്ചുകൂടി നല്ല മനുഷ്യനാവാനാണ് താങ്കൾ ശ്രമിക്കുന്നത്. പൊതുവെ കാണാത്ത ഒരു കാര്യമാണ് അത്, പ്രത്യേകം അനുമോദനം അർഹിക്കുന്നു എന്ന് തോന്നുകയാണ്. താങ്കളുടെ അറിവിൽ അത്തരം ആളുകൾ വേറെയുമുണ്ടോ? തീർച്ചയായും.
ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ എല്ലാവരുടെയും ഒരു അസോസിയേഷനാണ് ഞാൻ കാണുന്ന ഒരു പുതിയ ഇന്ത്യ. അപ്പോൾ അത്തരമൊരു ഇന്ത്യ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. ബഷീറിൻ്റെ വാചകമെടുത്ത് കടം പറഞ്ഞാൽ അൽഹംദുലില്ലാ.